ഹായ്, ഓമൈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയുമായാണ്. നമുക്കെല്ലാവർക്കും പായസം വളരെ ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അട എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അതുപോലെ അരി, പായസത്തിനുള്ള അരി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് നുറുക്ക്, പായസത്തിനുള്ള ഗോതമ്പ് നുറുക്കാണ്, അതുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം 1 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇത് മൂന്നും അല്ലാതെ ഒരൈറ്റം കൂടിയുണ്ട്. സേമിയ എടുത്തിട്ടുണ്ട്, വെർമിസിലി. നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിൽക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റ് മധുരമേ ഉള്ളൂ. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരി, അട, ഗോതമ്പ് ഒക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വാഷ് ചെയ്ത് വെച്ച മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ലോ സിമ്മിലിട്ട് വേണം പായസം കുക്ക് ചെയ്തെടുക്കാൻ. എപ്പോഴും ലോ സിമ്മിൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. വളരെ സാവധാനം ഇരുന്ന് കുറുക്കി വേണം പായസം റെഡിയാവാൻ. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അടിയിൽ പിടിച്ച് കട്ടയായി പോവും. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെർമിസിലി ആഡ് ചെയ്യാം. സേമിയ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അരിയും അതുപോലെ അടയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്ക് സേമിയ ആഡ് ചെയ്താൽ മതി. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് മധുരം കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതലും മധുരം വേണമെങ്കിൽ ആവശ്യമായ ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നുകൂടി കുറുകി വരാനുണ്ട്. അടയും അതുപോലെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കുറുകി വരണം.
പായസം നന്നായിട്ട് കുറുകി വരുന്നതിന് വേണ്ടി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. പായസത്തിൽ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലോ സിമ്മിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തേങ്ങാപ്പാൽ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. കണ്ടോ, നല്ല പായസത്തിൽ നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ്സും കറക്റ്റായിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമ്മൾ പായസം കുറുക്കിയെടുക്കുക. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതെല്ലാം വറുത്ത് കോരിയിടാം. അതിനായി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടറോ ഗീയോ ആഡ് ചെയ്യാം. ബട്ടർ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഈ തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്, അതുകൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടുപായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. അരി, ഗോതമ്പ്, അട, സേമിയോ ഒക്കെ മിക്സഡായിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.